എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്, ജസ്റ്റ് ഫൺ ടോക്ക് ആണ്. അതായത് നമ്മുടെ MMMN മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, ചാക്കോച്ചൻ, നയൻതാര ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. ഈ സിനിമയുടെ ടൈറ്റിൽ ഞെട്ടിച്ചുകൊണ്ട് ലീക്കായി. അടിപൊളി. ഒരു ഞെട്ടനുണ്ടായിരുന്നില്ലേ? ആര് ഞെട്ടി? നമ്മൾ ഞെട്ടിയിട്ടില്ല, പക്ഷെ ഇത് ലീക്കായ രീതി കണ്ടപ്പോ അടിപൊളി എന്ന് നമ്മൾ പറഞ്ഞു. അതെ അതെ, അങ്ങനെ തോന്നി. യെസ്. അതായത് ഞെട്ടലില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പ്രതീക്ഷിച്ചതായിരുന്നു. എക്സ്പെക്ട് ചെയ്ത കാര്യം സംഭവിക്കുമ്പോ എന്ത് ഞെട്ടല്. ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അതെ അതെ, ഇതേപോലെ ആയിരിക്കും ഇത് സംഭവിക്കാൻ പോണതെന്ന്. കാരണം ഇതിന് മുൻപുള്ള എല്ലാം അങ്ങനെ തന്നെ. അതായത് ഇവര് അതിന്റെ സമയം എന്തോ നല്ലോണം അടിപൊളി സമയം വന്നിട്ടുണ്ടാവാം, പക്ഷെ ആ സമയങ്ങളിലൊന്നും ഇത് പുറത്തു വിടാതെ സിനിമയുടെ ലാസ്റ്റ് റിലീസ് എടുക്കാനാകുമ്പോൾ പുറത്തു വിടാന്നുള്ളൊരു ചിന്തയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അന്ന് നമ്മൾ കളിയാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് റിലീസിന് ശേഷം അവാർഡ് വാങ്ങുമ്പോൾ ടൈറ്റിൽ പുറത്തു വിടാതെ. അത് തന്നെ സംഭവിച്ചു. അതായത് അവരിങ്ങനെ എടുത്തു വെക്കും, എന്നിട്ട് വേറെ ആരെങ്കിലുമൊക്കെ ഇത് പുറത്തു വിടും, അപ്പോൾ ലീക്കായി. എന്നിട്ട് അവരെന്ത് ചെയ്യും, ദ്രുതഗതിയിൽ ഇവർ ഡിസൈൻ ചെയ്തിട്ട് അങ്ങ് രാത്രി ഇറക്കി കൊടുക്കും. ഇതാണല്ലോ പരിപാടി. ഇപ്രാവശ്യം ആ ഭാഗ്യം കിട്ടിയത് ശ്രീലങ്കൻ ടൂറിസത്തിനാണ് ടൈറ്റിൽ പുറത്തിടാനുള്ള. എന്തായാലും പുറത്തു വന്ന ടൈറ്റിൽ ഇതാണ്, പാട്രിയോട്ട്. ദേശസ്നേഹി എന്നാണ് അതിൻ്റെ അർത്ഥം. പാട്രിയോട്ട് നല്ലല്ലോ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. നല്ലൊരു വേറെന്തോ ആണെന്നാണ് ഒരു കമന്റ് വന്നത്. എന്തോ പീറ്ററോട്ടോ അങ്ങനെ എന്താണ്, അന്ന് അടിച്ചു നോക്ക്. നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് തെറ്റിയോന്ന്. ഞാൻ പഠിച്ച ഇംഗ്ലീഷ് ഇങ്ങനെ അല്ലായിരുന്നു. ദേശസ്നേഹി അടി നോക്കട്ടെ, കേട്ടു നോക്കാം. അതായത് ബീട്രൂട്ട് എന്നാണ് ഇത് ഇംഗ്ലീഷിൽ. നമ്മൾ ഇത്രയും കാലം തെറ്റിദ്ധരിക്കപ്പെട്ടതായിരുന്നു. PA എന്ന് വന്നാൽ ഭ എന്നല്ല, P എന്നാണ്. പീട്രിയോട്ട്. കൊള്ളാം. എന്തായാലും ഈ സിനിമയുടെ ടൈറ്റിൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്വാഭാവികം. ഏത് സിനിമയുടെ പേര് വന്നാലും ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പീട്രിയോട്ട്. ഇപ്പൊ രസമുണ്ട് പറയാ. പാട്രിയോട്ട് എന്ന് പറയുന്നതിനേക്കാൾ പീട്രിയോട്ട്. ഓക്കെ, എന്തായാലും സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റാണ്. അതായത് ഈ ടൈറ്റിൽ വന്നു, സ്വാഭാവികമാണ് ഇത് ചർച്ച ചെയ്യും. കാരണം ഇത് വലിയൊരു കോമഡി ആണല്ലോ. ഇത് സ്ഥിരം പരിപാടിയാണ്, മമ്മൂക്ക സിനിമകളുടെ സ്ഥിരം പരിപാടിയാണ്. ഫസ്റ്റ് ലുക്കോ ടൈറ്റിലോ അല്ലെങ്കിൽ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പോലും ഇവര് പുറത്തുവിട്ടിട്ട് കാണാൻ നമുക്ക് യോഗം ഉണ്ടാകുക. അതിന് മുൻപേ നാട്ടുകാർ വിടും, ആരെങ്കിലും ഒക്കെ പുറത്തു വിടും, പിന്നീട് ഒരു തട്ടിക്കൂട്ടി പെട്ടെന്നുള്ള ഒരു പരിപാടിയാണ്. ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റും വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. എന്തായാലും ഇത് ആലോചിച്ച് നോക്കണം. അതായത് സാക്ഷാൽ മമ്മൂട്ടി, സാക്ഷാൽ മോഹൻലാൽ, ഇവർ രണ്ടുപേരും കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വരുന്ന സിനിമ. ഈ സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്കൊക്കെ എങ്ങനെയാണോ അറിയേണ്ടത്? ഫസ്റ്റ് ലുക്ക് വന്നിട്ടില്ല. ഫസ്റ്റ് ലുക്ക് വേറെ രീതിയിൽ, അതായത് ഇതിൻ്റെ രസം അതാണ്. ഇവരുടെ അതായത് ലൊക്കേഷൻ വീഡിയോ മനോരമയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റില്ലൊക്കെ നേരത്തെ അവരുടെ ലുക്ക് എന്താണെന്ന് ന്യൂസായിട്ട്. അവരെവിടെ ഡൽഹിയിൽ ഷൂട്ട് തുടങ്ങിയപ്പോൾ ലാലേട്ടനും മമ്മൂക്കയും കാലഘട്ടങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഒരൊറ്റ സ്ക്രീനിൽ വരുന്നു എന്നുള്ള രീതിയിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കാണിച്ചത് ഇവരുടെ ഓഫ് സ്ക്രീൻ ലുക്കല്ല, അതായത് ക്യാരക്ടറുകളുടെ ലുക്കുകളാണ് പുറത്തു വന്നത്. ആ ലുക്ക് കണ്ടപ്പോൾ ഒന്ന് അങ്കിളും ഒന്ന് പ്രണയവും. സത്യം. അങ്ങനെ തന്നെ ഒരു നെഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ടൈറ്റിൽ പുറത്തു വന്നത് ഇപ്പോൾ ഒഫീഷ്യലായിട്ടല്ല, അല്ലാതെ ലീക്കായിട്ടാണ്. ഇത് ശരിക്കും മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുന്നു എന്നുള്ളതിനപ്പുറം ഇതില് ആരൊക്കെയാണ് മറ്റുള്ള വരുന്നതെന്നാണ്. കുഞ്ചോക്ക ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, ഇത്രയും വലിയ ഒരു ടീം തന്നെ വരുന്ന സിനിമേന്റെ ഒരു ടൈറ്റിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്കിന്റെ പോട്ടെ, ടൈറ്റിലൊക്കെ ഇവർക്ക് എന്നേ അനൗൺസ് ചെയ്യേണ്ടതായിരുന്നു ഒരു കിട്ടലിനായിട്ട്. എങ്കിൽ അതിപ്പോഴും ഇങ്ങനെ കത്തി നിൽക്കേണ്ട സാധനമാണ്. ഇതിനൊന്നാമത് ഇതിന്റെ ഹൈപ്പ് എന്ന് പറഞ്ഞ സാധനം ഇവരുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോഴും. ഈ
അതായത് ഇത്രയും വലിയ കാസ്റ്റ് വെച്ചിട്ട് ഇതിന്റെ ഹൈപ്പ് എവിടെ നിൽക്കേണ്ടതാ? പിന്നെ ഇപ്പൊ മനസ്സിലായോ? കാസ്റ്റിംഗിൽ മാത്രമല്ല, അത് കൊടുക്കുന്ന രീതിയുണ്ട്. അത് ഇത് ശരിയായ രീതിയിൽ എത്തിക്കണം ജനങ്ങളിലേക്ക്. പിന്നെ എങ്കിലേ ഇതിനൊരു വലുപ്പം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ വേറെ ആരും ലോകത്ത് ആരഭിനയിച്ചാലും നമുക്കത് തോന്നണമെന്നില്ല. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പൊ തമിഴിലോട്ട് പോവാം, കൂലി സിനിമ. അതെ അതെ, അതിന്റെ കാസ്റ്റിംഗും ഭീകരമാണ്. ഇവര് കാസ്റ്റിങ്ങിനനുസരിച്ച് ഇവര് കൊടുത്തിരിക്കുന്ന ഒരു പ്രൊമോഷൻ ഉണ്ട് അതെ. കൂലി എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അത് തന്നെ കണ്ടാൽ മതി. ഇതാണ് കണ്ടു പഠിക്കണം എന്ന് പറയുന്ന സാധനം. ഞാൻ ആ പോസ്റ്റിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞില്ലല്ലേ? അതായത് അതിലെ പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതായിരുന്നു, രസകരമായിട്ടുള്ള പോസ്റ്റാ. മമ്മൂക്ക, ലാലേട്ടൻ, നായികയായി വരുന്നത് നയൻതാര, പിന്നെ ഫഹദ് ഫാസിലും ചാക്കോച്ചനൊക്കെ അഭിനയിക്കുന്ന സിനിമ, 100 കോടി ബഡ്ജറ്റിൽ വരുന്ന സിനിമ മലയാളത്തിലെ. ഈ സിനിമയുടെ ടൈറ്റിൽ പുറത്തുവിടുന്നത് അവരുടെ ഒഫീഷ്യൽ പേജ് വഴിയല്ല, ശ്രീലങ്കൻ ടൂറിസം അവരെ പുറത്തുവിടുന്നത്. ഈ കമന്റ് പറയുമ്പോഴാണ് മറ്റൊരു കമന്റ് ആയിട്ട് നമ്മുടെ വീഡിയോന്റെ താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഞാനത് വായിച്ചു കേൾപ്പിക്കും. അത് ഭയങ്കര രസമാണ്. എന്ത് രസം ആലോചിച്ച്. ശരിക്കും നമ്മള് ചിന്തിക്കേണ്ട ഒരു സാധനം കൂടിയുണ്ട്. ഇവരിങ്ങനെ കമന്റ് ഒക്കെ ഇടുമ്പോഴാണ് ഇത് ഇങ്ങനെയാണല്ലോ എന്ന് ഓർത്തു പോവാ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ടൈറ്റില് നമുക്കിപ്പോൾ ഒരു സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്തൊന്നും ടൈറ്റിലാവാതെ നമുക്കൊരു നല്ല ടൈറ്റിൽ വേണമെന്ന് കരുതി അതിന് കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഓക്കെ. ഇത് ടൈറ്റിൽ ആൾറെഡി റെഡിയാ, എന്നിട്ടാണ് പുറത്തുവിടാതിരിക്കുന്നത്. എത്രയോ നാള് മുന്നേ. അതെ. എന്താണെങ്കിലും ഈ ഒരു കമന്റ് ആണ്. ഈ സിനിമയുടെ പേര് പീട്രിയോ. ഇതിൽ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, നയൻതാരയുണ്ട്, ഗ്രേസ് ആന്റണി ഉണ്ട്. മറന്നുപോയത്. ബാക്കി അപ്ഡേറ്റ്സ് ശ്രീലങ്കൻ എയർലൈൻസ് വഴിയോ, എമിറേറ്റ്സ് എയർലൈൻസ് വഴിയോ, KSRTC ഒഫീഷ്യൽ പേജ് വഴിയോ, ലൊക്കേഷൻ ഫിക്സ് വഴിയോ ഉടൻ പുറത്തുവിടുന്നതായിരിക്കും. Keep calm and wait. ലൊക്കേഷൻ ഫിക്സ് എന്നുള്ളത് അത് സെപ്പറേറ്റ് കൊടുത്താണ്. കണ്ടോ? അതായത് ഇങ്ങനത്തെ ഒരു സിനിമയുടെ ലുക്ക് നമ്മൾ കാണുന്നത് ഏതൊക്കെയോ ചില ചാനലിൽ ലൊക്കേഷൻ വീഡിയോസ് ആയിട്ടും അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുള്ള പിക്സ് ആയിട്ടും ചിന്തിച്ചു നോക്കണം. അവസ്ഥ ആലോചിച്ച് നോക്കണേ. അതും മലയാളത്തിലെ ഏറ്റവും പൈസ മുടക്കി വരുന്ന വലിയ സിനിമ, അതും മലയാളത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 താരങ്ങൾ അഭിനയിക്കുന്ന സിനിമ. അതിന്റെ ഫസ്റ്റ് ടൈറ്റിൽ ലുക്ക് വന്ന വരവാണ്. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അതായത് ഫസ്റ്റ് ലുക്ക് വെക്കുന്നു ലാലേട്ടനും മമ്മൂക്കയും, അവർ രണ്ടുപേരും മാത്രം പോസ്റ്ററിൽ, അല്ലെങ്കിൽ ഇവർ 4 പേരും, ഏത് ചാക്കോച്ചനും ഫഹദ് ഫാസിലും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക്. എന്നിട്ട് ഈ ടൈറ്റിലൊക്കെ അപ്പോഴാണ് നമ്മൾ അറിയണത്. ആ പുറത്ത് വിടുന്ന സമയത്ത് നമ്മൾ അറിയുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും, ലുക്ക് നമ്മൾ അപ്പോഴാണ് കാണുന്നത് എന്ന് കരുത്. ഏത് ഫസ്റ്റ് ലുക്ക് വഴി എന്തായിരിക്കും ഇമ്പാക്റ്റ്? ഇപ്പൊ ഇനി നല്ല ഇമ്പാക്റ്റ് ആയിരിക്കും. ഇപ്പൊ എന്ത് ഇമ്പാക്റ്റ്? ഇനി ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വരികയാണെന്ന് പറഞ്ഞാൽ പോലും ഒന്നും തോന്നാനില്ല. അതെ. ഇപ്പൊ രണ്ട് രീതിയുണ്ട്. ഒന്ന്, ഇതിന്റെ ടൈറ്റിൽ ഇനി മാറ്റണം. അതെ, ഇതേ അർത്ഥം വരുന്ന വേറെ പേരുകളുണ്ടല്ലോ. അതിനി പീന്നാവോ? അതായത് പാട്രോൺ, അതും അത് വേറൊരർത്ഥമല്ലേ? രാജ്യസ്നേഹി അല്ല. അത് രാജ്യസ്നേഹി അല്ല. അത് അതായത് എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള ഒരർത്ഥമാണ് വരുന്നത്. രാജ്യസ്നേഹി അല്ല. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ മാറ്റേണ്ടി വരും. ഇനി കണ്ടുപിടിക്കാം. അതെ. പക്ഷെ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആൾറെഡി ഇതൊക്കെ ലീക്കായി. ആ ഒരു പേരിൽ ഇത് ഇപ്പോൾ ചെറുതായിട്ട്, അതായത് അവർ അതിൻ്റെ പണിയെടുക്കുന്നുണ്ടെങ്കിലും നാട്ടുകാർ, ഫാൻസ് എന്തായാലും ഈ രീതിയിൽ ഇത് കുറച്ചൊന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആ മാർക്കറ്റ് വെച്ച് ആ പേരിൽ തന്നെ അങ്ങ് ഉറപ്പിക്കുന്നതാണ് നല്ലത്. അതാണ് സത്യം. എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കറിയാം മമ്മൂക്ക സിനിമയാണോ ഇതെങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. കാരണം കുറേ സിനിമകളിലെ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം മാക്സിമം ഇതൊക്കെ പിടിച്ചു വെക്കാണ്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ പേര് അനൗൺസ് ചെയ്യുന്നതിന് എന്ത് പ്രശ്നമുള്ളത്? അതില്ലെങ്കിൽ ഓക്കെ, പേരിട്ടില്ലെങ്കിൽ പേര് കിട്ടുന്നത് വരെ കാത്തിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് ലീക്കും ആവില്ല, കാരണം പേരിട്ടില്ലല്ലോ. അവർ തന്നെ കണ്ടെത്തിയിട്ട് വേണം. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. കയ്യിലൊരു സാധനം ഉണ്ടായിട്ട് അത് പിന്നീട് കൊടുക്കാമെന്നുള്ള രീതിയിൽ എടുത്തു വെച്ചാൽ തീർച്ചയായും ഇതിന്റെ ഷൂട്ടിന്റെ സമയത്ത് ആരെങ്കിലും ഇത് അറിയും, പുറത്തു വരും. എന്താണെങ്കിലും ഗംഭീരമാട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. Bye. So sad. Patriot. Patriot. Yeah.